കേരളത്തിൽ വീര്യം കുറഞ്ഞ മദ്യം വിപണിയിലിറക്കാൻ അനുമതി തേടി ബക്കാഡി കമ്പനി മുൻ ഇടതു സർക്കാർ നയിച്ച കത്തുകളുടെ വിശദാംശങ്ങൾ പുറത്ത്. വീര്യം കുറഞ്ഞ മദ്യം വിപണിയിലിറക്കാനുള്ള നിയമ ഭേദഗതി ബക്കാഡി കമ്പനിയുടെ ആവശ്യപ്രകാരമെന്ന് തെളിയിക്കുന്ന അതീവ നിർണായക രേഖകളാണ് പുറത്തുവന്നത്. 2015 ബെവ്കോയ്ക്കാണ് കമ്പനി ആദ്യമായി കത്തയച്ചത്. പിന്നീട് 2017 മുതൽ 2023 വരെയുള്ള കാലയളവിൽ വിവിധ എക്സൈസ് മന്ത്രിമാർക്കും ഉദ്യോഗസ്ഥർക്കുമായി 3 കത്തുകളാണ് ബക്കാഡി കമ്പനി കത്തയച്ചത്. സംസ്ഥാനത്ത് ലോ ആൽക്കഹോളിക് ബെവറേജ് എന്ന പേരിൽ പുതിയൊരു കാറ്റഗറി രൂപീകരിക്കാനുള്ള നടപടികൾ സർക്കാർ ആരംഭിച്ചത് ബക്കാഡി കമ്പനിയുടെ നിരന്തരമായ സമ്മർദ്ദത്തെയും താൽപര്യങ്ങളെയും തുടർന്നാണെന്ന് ഈ കത്തുകളിലെ വിശദാംശങ്ങൾ വ്യക്തമാക്കുന്നു. UDF സർക്കാരിന്റെ ബജറ്റിൽ നികുതി ഏർപ്പെടുത്തിയതിന്റെ പശ്ചാത്തലത്തിൽ മുൻകാലങ്ങളിലെ ഇടപാടുകൾ വലിയ രാഷ്ട്രീയ ചർച്ചകൾക്കാണ് വഴി തുറന്നിരിക്കുന്നത്. കമ്പനി പ്രതിനിധികൾ വിവിധ കാലയളവിലായി എക്സൈസ് മന്ത്രിമാർക്കും ഉദ്യോഗസ്ഥർക്കുമായി അയച്ച 3 കത്തുകളുടെ വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തു വന്നിട്ടുള്ളത്. 2015 ബെവ്കോയ്ക്ക് കത്തയച്ചുകൊണ്ട് തുടക്കമിട്ട കമ്പനി പിന്നീട് 2017 മുതൽ 2023 വരെയുള്ള കാലയളവിലാണ് നിയമ ഭേദഗതി ലക്ഷ്യമിട്ട് നീക്കങ്ങൾ ശക്തമാക്കിയത്. 2017 ജൂണിൽ അന്നത്തെ എക്സൈസ് മന്ത്രി TP രാമകൃഷ്ണനാണ് കമ്പനി ആദ്യം കത്തയക്കുന്നത്. ബെവ്കോയുടെ ടെൻഡർ നടപടികളിൽ ബക്കാഡിയുടെ വീര്യം കുറഞ്ഞ മദ്യ ബ്രാൻഡുകളെ ഉൾപ്പെടുത്തണമെന്നായിരുന്നു ഇതിലെ പ്രധാന ആവശ്യം. ബക്കാഡി ബ്രീസർ സ്ത്രീകൾ പോലും ഉപയോഗിക്കുന്ന ബ്രാൻഡാണെന്നും ഇത് മദ്യാസക്തി കുറയ്ക്കാൻ സഹായിക്കുമെന്നുമായിരുന്നു കമ്പനിയുടെ വിചിത്രവാദം. മുൻ സർക്കാരിന്റെ മദ്യനയം ടൂറിസം മേഖലയ്ക്ക് ഏൽപ്പിച്ച ആഘാതം പരിഹരിക്കാനും മദ്യവർജന സംസ്കാരത്തിലേക്ക് സമൂഹത്തെ എത്തിക്കാനും ഈ പാനീയത്തിന് കഴിയുമെന്ന് കമ്പനി കത്തിൽ അവകാശപ്പെട്ടു. ബെവ്കോ ടെൻഡറുകളിൽ ഉൾപ്പെടണമെങ്കിൽ നിയമപരമായ ഭേദഗതി ആവശ്യമാണെന്ന് മനസ്സിലാക്കിയ കമ്പനി 2021 സെപ്റ്റംബറിൽ അന്നത്തെ എക്സൈസ് മന്ത്രിയായിരുന്ന MV ഗോവിന്ദന് രണ്ടാമത്തെ കത്ത് നൽകി. ബക്കാഡിയുടെ കേരളത്തിലെ സീനിയർ മാനേജർ ജോജി ജെ കക്കാട്ടിലിന്റെ പേരിൽ അയച്ച ഈ കത്തിൽ ലോ ആൽക്കഹോളിക് ബെവറേജ് എന്ന പേരിൽ പുതിയൊരു കാറ്റഗറി ഉൾപ്പെടുത്തി അടിയന്തരമായ നിയമ ഭേദഗതി വരുത്തണമെന്ന് ആവശ്യപ്പെട്ടു. ടൂറിസം മേഖലകളിലും കോർപ്പറേറ്റ് ഇവന്റുകളിലും ലിംഗവ്യത്യാസമില്ലാതെ ഏവർക്കും പ്രിയങ്കരമായ ഉൽപ്പന്നമാണെന്നും കേരളത്തിൽ ഇതിന് വലിയ മാർക്കറ്റുള്ളതിനാൽ വിൽപ്പനയില്ലാത്തത് കാരണം ടൂറിസം ഇവന്റുകൾ ഗോവയിലേക്കും പോണ്ടിച്ചേരിയിലേക്കും മാറുന്നുവെന്നും കമ്പനി ചൂണ്ടിക്കാട്ടി. സ്ത്രീകൾ ഉൾപ്പെടെയുള്ള ഉപഭോക്താക്കൾ ഇത് തേടി മറ്റ് സംസ്ഥാനങ്ങളിലേക്ക് പോകുന്നുവെന്ന വാദവും കത്തിലുണ്ടായിരുന്നു. ഈ കത്ത് ലഭിച്ചതിന് പിന്നാലെ MV ഗോവിന്ദൻ തുടർ നടപടികൾക്കായി നികുതി വകുപ്പ് സെക്രട്ടറിക്ക് നിർദ്ദേശം നൽകുകയും വീര്യം കുറഞ്ഞ മദ്യത്തിന് കൃത്യമായ നിർവചനം നൽകി അടിയന്തര റിപ്പോർട്ട് സമർപ്പിക്കാൻ ആവശ്യപ്പെട്ടു. 2023 ഫെബ്രുവരിയിൽ അന്നത്തെ ടാക്സ് സെക്രട്ടറി രത്തൻ ഖേൽക്കറിന് ബക്കാഡി 3ാമത്തെ കത്തയച്ചു. വീര്യം കുറഞ്ഞ മദ്യത്തിനായി സർക്കാർ ചട്ടങ്ങളിൽ ഭേദഗതി വരുത്തിയ സാഹചര്യത്തിൽ ഉൽപ്പന്നങ്ങൾ വിൽക്കുന്നതിനായി ബിയറിന്റെയും വൈനിന്റെയും മാതൃകയിൽ നികുതി ഇളവുകൾ നൽകി നികുതി ഘടന നിശ്ചയിക്കണമെന്നായിരുന്നു കത്തിലെ ആവശ്യം. റെഡി ടു ഡ്രിങ്ക് വിഭാഗത്തിലുള്ള മദ്യത്തിന് യുവാക്കൾക്കിടയിൽ വലിയ പ്രചാരമുണ്ടെന്നും അവരാണ് തങ്ങളുടെ പ്രധാന മാർക്കറ്റെന്നും കമ്പനി വ്യക്തമാക്കുകയുണ്ടായി. നികുതി ഇളവ് നൽകുകയാണെങ്കിൽ സർക്കാരിന്റെ സാമ്പത്തിക വരുമാനം കൂടുമെന്നും കത്തിൽ പരാമർശിച്ചു. ബെവ്കോ ടെൻഡറിൽ ഉൾപ്പെടുത്താൻ തുടങ്ങിയ ശ്രമം ഒടുവിൽ നിയമ ഭേദഗതിയിലേക്കും പിന്നീട് നികുതി നിർണയത്തിലേക്കും എത്തിയെന്നാണ് ഈ രേഖകൾ അടിവരയിടുന്നത്. കഴിഞ്ഞ ദിവസം നിയമസഭയിലെ ഈ കത്തുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ ഔദ്യോഗികമായി ഉന്നയിക്കപ്പെട്ടിരുന്നു. മുൻ സർക്കാരിന്റെ കാലത്ത് ഇത്തരമൊരു നികുതി ഇളവ് അപേക്ഷ വന്നിരുന്നതായി വ്യക്തമാക്കിയ സാഹചര്യത്തിൽ പുതിയ നികുതി കുറയ്ക്കൽ നടപടിയുമായി ബന്ധപ്പെട്ട് ഭരണമുന്നണിക്ക് അകത്തുനിന്നും പുറത്തുനിന്നും വലിയ വിമർശനങ്ങൾ ഉയരുന്നുണ്ട്.